മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തഥാഗത എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ 3rd ചാപ്റ്റർ ആണ് തഥാഗത എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ ഈ ഒരു പാഠഭാഗം ഉൾപ്പെടെയാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഉണ്ടാവുന്ന പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട പാഠഭാഗമാണ്. വളരെ രസമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കഥയാണ് കേട്ടോ. ഇതൊരു കഥയാണ് ഈ ഒരു പാഠം എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് എന്താ പറയാ, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട പാഠമൊന്നുമല്ല. നമുക്ക് ഒറ്റ വായനയിൽ തന്നെ എന്താണ് പാഠത്തിന്റെ ആശയമൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കുഞ്ഞു കഥയാണെന്നും പറയാം അല്ലെ. ഒരു ഇമോഷണൽ നമുക്ക് ഭയങ്കര സങ്കടം അടുപ്പമൊക്കെ വരുന്ന ഒരു കഥയാണ്. അഷിതയാണ് മലയാളത്തിലെ ആധുനിക എഴുത്തുകാരികളിൽ ശ്രദ്ധേയായിട്ടുള്ള അഷിതയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. 1956 അവര് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത്. 2019 അവര് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ജീവിതത്തിന്റെ നേർചിത്രം വരച്ചു കാട്ടുന്ന കൃതികളാണ് അഷിത എഴുതിയിട്ടുള്ളതെന്ന് പറയാം. ആധുനിക തലമുറയിലെ സ്ത്രീപക്ഷ എഴുത്തുകാരിയിലെ വളരെ പ്രമുഖയാണ് അഷിത എന്ന് പറയാം. അവരുടെ കഥകളുടെ അഷിതയുടെ കഥകൾ എന്ന പുസ്തകത്തിന് 2015 സംസ്ഥാന സാഹിത്യ അക്കാദമി ചെറുകഥാ പുരസ്കാരം ലഭിച്ച കൃതിയാണ്. അങ്ങനെ ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള കൃതികളാണ് അഷിത എഴുതിയിട്ടുള്ളത്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരിയാണ് എന്നൊക്കെ ആലോചിക്കുക കേട്ടോ. പദവിന്യാസങ്ങൾ എന്ന് പറയുന്ന റഷ്യൻ കവിതകളുടെ വിവർത്തനം എഴുതിയിട്ടുണ്ട്. അനവധി ബാലസാഹിത്യ കൃതികള്, അതേപോലെ രാമായണം, ഐതിഹ്യം, അതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുനരാഖ്യാനം ചെയ്തിട്ടുള്ള എഴുത്തുകാരിയാണ് അലക്സാണ്ടർ പുഷ്കിന്റെ കവിതകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് കൃതികൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള എഴുത്തുകാരിയാണ് അഷിത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലളിതവും സത്യസന്ധവും സൗമ്യവുമായിട്ടുള്ള കഥകളാണ് അഷിതയുടെ കഥകൾ എന്ന് പറയാം. അപ്പൊ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയ ഒരമ്മയുടെയും ആ അമ്മ ഒരുപാട് ജീവിതത്തിൽ സ്നേഹിച്ചിട്ടുള്ള ഒരുപാട് പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു മകളുടെയും കഥയാണ് ഈ ഒരു പാഠഭാഗം നമുക്ക് പറയാം. അപ്പൊ അമ്മ എന്ത് ചെയ്യാണ്, ഓർമ്മകളിലേക്ക് മറവിയിലേക്ക് വഴുതി വീഴാണ്. അപ്പൊ ഈ അമ്മയുടെ ഓർമ്മകളിൽ നിന്ന് താൻ ഇല്ലാതാവുന്നത് സ്വന്തം മരണം തന്നെയാണ് അമ്മയാണ് ഈ ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളിലേക്കും നമ്മളെ ചേർത്ത് നിർത്തുന്നത് അപ്പൊ ആ അമ്മയുടെ ഓർമ്മകളിൽ നിന്ന് തന്നെ നമ്മൾ ഇല്ലാതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മരണം തന്നെയാണ് എന്നാണ് എന്ത് ചെയ്യുന്നത് എഴുത്തുകാരി അതിലൂടെ പറയുന്നത് അപ്പൊ ഈ തഥാഗത എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇതിന്റെ ഔചിത്യമൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പൊ ബേസിക്കായിട്ട് നമുക്കത് എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇതൊരു പാലി ഭാഷാ പദമാണ് ഗൗതമ ബുദ്ധനും അല്ലെങ്കിൽ അവര് പരസ്പരം വിളിക്കാനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് തഥാഗത എന്നുള്ള പദം. അതായത് തഥാഗത എന്ന് വെച്ചാൽ അങ്ങനെ പോയവൻ എന്നുള്ള അർത്ഥത്തിലാണ്. തഥാ ആഗത എന്നും പറയും. തഥാഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വന്നവൻ എന്നാണ്. തഥാ അഗത എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിട്ടില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ ഈ ഒരു പദത്തെ എന്ത് ചെയ്യാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ കഥയില് ഈ ഒരു വാക്ക് തഥാഗത എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്? വന്നും പോയും ഇരിക്കുന്ന അമ്മയുടെ ഓർമ്മകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് ചിലപ്പോൾ ഓർമ്മ വരും, ചിലപ്പോൾ മറന്നു പോകും ഒരേ കാര്യം തന്നെ എന്താണ് പെട്ടെന്ന് ഓർക്കുകയും മറക്കുകയൊക്കെ ചെയ്യുന്ന അമ്മയുടെ ഒരു അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത് എഴുത്തുകാരി ആ ഒരു പദത്തിലൂടെ തഥാഗത എന്ന് പറയുന്ന പദത്തിലൂടെ എന്ത് ചെയ്യുന്നത് കഥയിൽ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഈ രോഗത്തെ കുറിച്ചുകൂടെ നമുക്കൊന്ന് നോക്കാം. അൾഷിമേഴ്സ് എന്ന് പറയുന്ന അസുഖമാണ് ഈ കഥ അമ്മയ്ക്ക് അപ്പൊ അൾഷിമേഴ്സ് എന്ന് പറയുന്ന രോഗത്തെ ആസ്പദമാക്കിയിട്ട് ഒരുപാട് സിനിമകൾ മലയാളത്തിൽ തന്നെയാണെങ്കിൽ മോഹൻലാലൊക്കെ അഭിനയിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ചിത്രമായിരുന്നു തന്മാത്ര എന്ന് പറയുന്ന ചിത്രം അതൊക്കെ വളരെ പ്രധാനപ്പെട്ട സിനിമയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സിനിമകളിലൊക്കെ ഈ പറയുന്ന മറവി രോഗത്തെ ആസ്പദമാക്കിയിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പൊ സ്മൃതിനാശം, അൾഷിമേഴ്സ് ഡിസീസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങളുടെ ലക്ഷണങ്ങളെയോ അല്ലെങ്കിൽ അതിന്റെ ഫലമായി പരിക്കുകളുടെ ഒക്കെ ഫലമായിട്ടുണ്ടാവുന്ന ഒരു സിൻഡ്രം അല്ലെങ്കിൽ ഒരു അസുഖം എന്നാണ് എന്ത് ചെയ്യുന്നത് മറവി രോഗത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മസ്തിഷ്ക തകരാറുകൾ കാരണം വ്യത്യസ്ത ഡിമെൻഷ്യകൾ സംഭവിക്കാറുണ്ട്. മറവി രോഗത്തിന്റെ ഏറ്റവും സാധാരണമായിട്ടുള്ള രൂപമാണ് സ്മൃതിനാശം അല്ലെങ്കിൽ അൾഷിമേഴ്സ് എന്ന് പറയുന്നത് എല്ലാ വർഷവും സെപ്റ്റംബർ 21 ലോക അൾഷിമേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. ജർമ്മൻ മാനസികാരോഗ്യ ശാസ്ത്രജ്ഞനും ന്യൂറോ പാത്തോളജിസ്റ്റും ഒക്കെ ആയിട്ടുള്ള അലിയോസ് അൾഷിമർ ആണ് 1906 ഈ രോഗത്തെ കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തോടുള്ള ബഹുമാന ആദര സൂചകമായിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് എന്ത് ചെയ്തിരിക്കുന്നത് ഈ രോഗത്തിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരമ്മയും മകളും തമ്മിലുള്ള സ്നേഹത്തിന്റെ കഥയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ, അമ്മ എന്ന് പറയുന്ന ആ ഒരു സ്നേഹത്തെ എന്ത് ചെയ്യാണ്, അതിന്റെ മൂല്യത്തെ ആ അമ്മയോടുള്ള ഈ മകളുടെ സ്നേഹത്തെ അമ്മയുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോകുമ്പോൾ സ്വന്തം വേരറ്റു പോകുന്നത് പോലെ, സ്വന്തം മരണം കാണുന്നത് പോലെ കഥാകാരിക്ക് അല്ലെങ്കിൽ ഇതിലുള്ള കഥാപാത്രത്തിന് അനുഭവിക്കുന്ന തരത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ കഥയെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ കഥയിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇനി ഒരു
വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് അല്ലേ നമ്മളുടെ പാഠമൊക്കെ പഠിക്കുക. ഇനിയും നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല എങ്കിൽ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അല്ലേ. നവംബർ ഇതാ വന്നെത്തി നിൽക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത്. 28, 29, 30 അല്ലേ, ഏകദേശം നവംബർ ആയി. പിന്നെ ക്രിസ്മസ് വരും, പരീക്ഷ വരും. അപ്പോൾ ഇനിയും വൈകിട്ടൊന്നുമില്ല. നമ്മുടെ ആപ്പിൽ ഇപ്പോഴും നമ്മുടെ ബാച്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അല്ലേ നിങ്ങൾ പ്രിയപ്പെട്ട എല്ലാ ടീച്ചേഴ്സും എന്ത് ചെയ്യണോ, നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ ആകുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷെ നമുക്ക് ഓരോ ചാപ്റ്ററും എന്താണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഈ മാറി വരുന്ന ചോദ്യ രീതികൾക്കൊക്കെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയും വൈകിട്ടില്ല. ടീച്ചർ പറഞ്ഞു വന്നത് ആപ്പൊക്കെ പർച്ചേസ് ചെയ്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ കൂടെ നമുക്ക് പഠിക്കാം. ക്രിസ്മസ് എക്സാം ഒക്കെ നമുക്ക് ഉഷാറാക്കണം. അതേപോലെ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫൈനൽ എക്സാം വരും. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് പഠിച്ച് തുടങ്ങണം നമുക്ക് ഇനിയെങ്കിലും. അപ്പോൾ സൂപ്പറായിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.